ഹായ് ഗായ്സ്, നിയാബീറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിയാബീറ്റാസ് ഞങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മഴക്കാലത്ത് നമ്മൾ ബീറ്റാ ഫിഷിനെ എങ്ങനെയാണ് നമ്മളെ ഫാമിൽ കെയർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അത് കെയർ ചെയ്യാൻ ചോദിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ ഞങ്ങൾ വീഡിയോ ആദ്യം ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വാട്ടർ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് തണുപ്പാണെങ്കിലും അത് എല്ലാ സമയത്തും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് നമ്മൾ ആദ്യം തന്നെ പരമാവധി പിടിച്ച് വെച്ച വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എത്രമാത്രം പഴയ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ എടുത്തു വെച്ച വെള്ളം. അപ്പോൾ നമ്മൾ നാളെ വാട്ടർ ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പോൾ തലേ ദിവസം സെറ്റ് ചെയ്ത വെള്ളമല്ല നമുക്ക് വേണ്ടത്. പരമാവധി ഞാനൊക്കെ ഇവിടെ ഒരു 1 വീക്കിൽ മിനിമം മുന്നേ പിടിച്ച വെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബീറ്റാ ഫിഷിൻ്റെ വാട്ടർ ചേഞ്ചിന് അതുപോലെ നന്നായിട്ട് കണ്ടീഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ സാധാ വാട്ടറില്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. അതായത് നമ്മൾ അലുമിനിയം ഇട്ടിട്ട്. അപ്പോൾ ആ വാട്ടർ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജ് ബോക്സ് ഇല്ലെങ്കിൽ സാധാ നമ്മൾ ബേസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിനകത്ത് വെള്ളം സാധാ നമ്മളെ കിണറിലെ വെള്ളം നിറച്ച് വയ്ക്കുക. അപ്പോൾ വെള്ളം നിറച്ച് ചെയ്തതിന് ശേഷം നമ്മളതിനകത്തേക്ക് ആൽമണ്ട് ലീഫ് ഒരു 5-6 ഇട്ട് കൊടുക്കുക. പിന്നെ ഉണങ്ങിയ വാഴയില അതിനകത്തേക്ക് ഒരു മൊത്തമായിട്ട് ഒരു ഇല ഇട്ട് കൊടുക്കാം. പിന്നെ മാവില ഒരു 5-6 കൂടുതലാവരുത്, കാരണം ബയോഫിലിമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയത് മാത്രം ഉപയോഗിക്കുക, പഴുത്തതും ഉപയോഗിക്കരുത്. പഴുത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ മുകളിലൊരു പാട വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം അത്യാവശ്യം വെയിൽ കൊള്ളുകയും വേണം. എന്നാൽ അതിനകത്തേക്ക് കൊതുക് കടക്കാതെ നമ്മൾ മൂടി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഗായ്സ്, ഇതേപോലെ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത വെള്ളം നമ്മളിതിനകത്ത് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് അതിനകത്ത് വേസ്റ്റേജൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ടാണ് നമ്മളതിനകത്ത് കളക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ബക്കറ്റിനകത്ത് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഫിഷുള്ള ബോട്ടിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് വാട്ടർ എന്നല്ല, നമ്മൾ പിടിച്ചു വെച്ച വെള്ളം ആൽമണ്ട് ലീഫ് വാട്ടറാണ്. ഇതുപോലെ നമ്മൾ വാഴയില അതുപോലെ മാവിലൊക്കെ ഇട്ട വെള്ളമാണ്. നന്നായിട്ട് ഡാർക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പിടിച്ചു വെച്ച സാധാ വെള്ളം അതിനകത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗായ്സ്, ഇതേപോലെ തന്നെ ഞാൻ വീടിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ബേസിൽ ഉണങ്ങിയ വാഴയില അതുപോലെ മാവില ആൽമണ്ട് ലീഫ് എല്ലാം കൂടി ഇട്ട് വെച്ച് മിക്സ് ആക്കിയിട്ട് ഒരു വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ അതിനകത്ത് ഫിഷും കിടപ്പുണ്ട്. ഫിഷ് നല്ല കളറും അതുപോലെ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചെന്ന പോലെ ഇതേപോലെ ലൈറ്റ് കളർ മതി, കൂടുതൽ ഡാർക്ക് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മൂന്നും കൂടി നമ്മൾ ഇട്ട് വെച്ച വെള്ളം നമ്മൾ ഫിഷിന് ചേഞ്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു ബബിൾ നെസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും. നന്നായിട്ട് ആക്റ്റീവായിട്ട് ഉണ്ട്. നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത വെള്ളമാണ് എപ്പോഴും വാട്ടർ ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബ്രീഡിങ്ങിനൊക്കെ വേണ്ടി ഞാൻ ഇതേ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ അത് വേറെ സെപ്പറേറ്റ് വെള്ളം പിടിച്ച് വെക്കാറൊന്നുമില്ല. ഇതേ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ബ്രീഡിങ്ങിനൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓരോ 3 days കൂടുമ്പോൾ വാട്ടർ എന്തായാലും ചേഞ്ച് ചെയ്യണം. അതിപ്പോൾ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും വാട്ടർ ചേഞ്ച് മസ്റ്റായിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഫിഷ് ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കുക. കാരണം നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തില്ലെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് തണുപ്പാകുമ്പോൾ അതിൻ്റെ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ വക പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തണുപ്പ് കാലത്ത് ഫിഷിനെ ബോട്ടിൽ ചെയ്യുമ്പോൾ വേറൊരു നല്ലൊരു മെത്തേഡും കൂടി ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്ത ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതും കുറച്ചുകൂടി നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാതെ കൊണ്ടുപോകാം. അതായത് ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഗ്രീൻ വാട്ടറിലാണ് നമ്മളത് ബോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഗ്രീൻ വാട്ടർ ഉണ്ടാക്കുന്നതെന്ന് ചെറിയൊരു രീതിയിൽ എനിക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് നമുക്ക് ഗ്രീൻ വാട്ടർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായി വേണ്ടത് കുറച്ച് കടലപ്പിണ്ണാക്ക് 1-2 പീസ് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഫിഷ് ഫുഡ് ഏതെങ്കിലും പെല്ലറ്റ് ഫുഡ് ആയാലും മതി, ഫിഷ് ഫുഡ് ഏതായാലും മതി. അപ്പോൾ അത് ഒരു കുറച്ച് ഞാൻ കാണിക്കുന്ന പോലെ ഇതിനകത്ത് കുറച്ച് എടുക്കാം. പിന്നെ നമുക്ക് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലെടുത്ത് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഇതിൻ്റെ ഈ തെളി മാത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പം അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് അതിനകത്ത് സ്റ്റാർട്ടർ കൾച്ചർ വേണ്ടി വരും. അപ്പോൾ നിങ്ങളെ ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്താൽ മതി. ഞാനിവിടെ നമ്മളെ ഗപ്പി ടാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. ഏത് ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്താലും മതി. എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുക. ഡയറക്റ്റ് വെയിലടിക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മഴ തട്ടാതെ തന്നെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുക. നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റാർട്ടർ കൾച്ചർ ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് അതിനകത്ത് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെങ്ങനെ സിമ്പിളായി ചെയ്യുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിനകത്ത് നമ്മൾ ആദ്യം പിടിച്ച് വെച്ച, അതായത് ഞാൻ പറഞ്ഞില്ല ഒരു 5-6 ദിവസം മുന്നേ പിടിച്ച് വെച്ച വെള്ളം നമ്മൾ അതിനകത്ത് ആദ്യം ഫ്രഷ് വാട്ടർ അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഗ്രീൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ അതിനകത്ത് വേസ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ തെളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഗ്രീൻ വാട്ടർ എല്ലാ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് അതിനകത്തേക്ക് ഫിഷിനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ പെല്ലറ്റ് ഫുഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഫുഡിൻ്റെ വേസ്റ്റ്, ഈ ആൽഗെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അതങ്ങ് പൊതിഞ്ഞിട്ട് അതിനെ ഭക്ഷണമാക്കിയിട്ട് ആക്കുകയാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് നമുക്ക് ഓവർ വരുന്ന വേസ്റ്റേജൊക്കെ ഒരു വിധം നമുക്ക് ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ബോട്ടിലെ സെൻറ്ററിലൊക്കെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. പിന്നെ അടിയിലുള്ള വേസ്റ്റേജൊക്കെ നമ്മൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു വിധമൊക്കെ അത് മുഖേന പുറത്ത് പോകുന്നതാണ്. ബീറ്റാ ഫിഷിനെ ഗ്രീൻ വാട്ടറിൽ ബോട്ടിലാക്കി ചെയ്തു. അതിൻ്റെ രീതികളൊക്കെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നം ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നെങ്കിൽ ബീറ്റാ ഫിഷിന് ഭയങ്കരമായിട്ട് പ്രശ്നം തണുപ്പ് കാലത്തുണ്ടാവും. മറ്റുള്ള ഫിഷിനെ സംബന്ധിച്ചിടത്തോളം ബീറ്റാ ഫിഷിൻ്റെ ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയ വളരെ സ്ലോ ആയിട്ടാണ് തണുപ്പ് കാലത്ത് നടക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ ഫുഡ് കൊടുക്കുന്ന ഒരു 3 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നിങ്ങളത് 2 പ്രാവശ്യമാക്കി ചുരുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യമാക്കി ചുരുക്കുക. കൊടുക്കുന്ന ഫുഡ് അവർ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്ന് നോക്കി മനസ്സിലാക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ലൈവ് ഫുഡ് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മൊയിനാണ് ഏറ്റവും ബെറ്റർ, പെട്ടെന്ന് ദഹിച്ചു പോകുന്ന ഒരു ഫുഡാണ് മൊയിന. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈവായിട്ടുള്ള നമ്മളെ മോസ്കിറ്റോ ലാർവ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ബോട്ടിൽ ചെയ്യാനായ ഫിഷിനെ പരമാവധി നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫോക്സ് ടെയിൽ പോലത്തെ പ്ലാന്റുകളൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുവിധം അവർ അതിനകത്ത് അറ്റാക്ക് ചെയ്യാതെ പരമാവധി അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ 6 മണിക്ക് മുന്നേ പരമാവധി ഫുഡ് കൊടുത്തിട്ട് നമ്മളത് കവർ ചെയ്ത് വെക്കണം. പിന്നെ അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പിന്നെ രാവിലെ സാധാരണ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് തുറന്നിട്ടാൽ മതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബോട്ടിലൊക്കെ ആണെങ്കിലും പരമാവധി നിങ്ങൾ മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഫ്രിഡ്ജ് ബോക്സ് ഞാൻ ഇതിനകത്ത് കാണിച്ച പോലെ പരമാവധി 6 മണിക്ക് മുന്നേ തന്നെ ഫുഡ് കൊടുക്കുക, മൂടി വെക്കുക. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിനെ വീടിൻ്റെ അകത്ത് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തണുപ്പുള്ള സമയത്ത്. പിന്നെ അതുപോലെ തന്നെ പരമാവധി ബ്രീഡിങ് നമ്മൾ ഒഴിവാക്കുക. കാരണം കുഞ്ഞുങ്ങളും നമുക്ക് പരമാവധി ലഭിക്കില്ല.
അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.